ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിലേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. ഒരുപക്ഷെ ആൾക്കൂട്ട വിചാരണ ചെയ്ത് അവർ കൊല്ലുമായിരിക്കും, ഇല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലുമായിരിക്കും. എങ്ങനെ തന്നെ ഇല്ലാതാക്കുമെന്ന് അവർക്കറിയില്ല. ഉറപ്പായും അവർ വിചാരണ ചെയ്ത് തന്നെ തൂക്കിലേറ്റാൻ പോലും മടിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു രാജ്യത്തേക്ക് എന്തിനു വേണ്ടിയിട്ടാണ് ഷെയ്ഖ് ഹസീന പോകുന്നത്? നമുക്കത് അത്ഭുതപ്പെടാനില്ല. സ്വന്തം രാജ്യം തന്നെയാണ് ഏതൊരു മനുഷ്യനും ഏറ്റവും വലുത്. സ്വന്തം നാട് തന്നെയാണ് വലുത്. അതിൽ അത്ഭുതമില്ലെങ്കിലും ഒരു വിഷമമുണ്ട് കേൾക്കുമ്പോഴത്തേക്കും. ഷെയ്ഖ് ഹസീന അവിടെ ചെന്നാൽ ജനാധിപത്യത്തെ ഇല്ലാതാക്കിയ ആ നാട് അവരെയും ഇല്ലാതാക്കുമോ? തീർച്ചയായും ആ ഒരു ആശങ്ക ഷെയ്ഖ് ഹസീനയും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിരുന്നാലും താൻ തൻ്റെ രാജ്യത്തേക്ക് തന്നെ തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. മരണമാണെങ്കിലും ജയിലാണെങ്കിലും ഇരു കൈ നീട്ടി സ്വീകരിക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. 2024 ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്ത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളും അതുപോലെ തന്നെ അത്ര ഒരുപാട് സംഘർഷങ്ങളിലൂടെയൊക്കെയാണ് അവർ ഇന്ത്യയിലേക്ക് വന്നത്. അപ്പോൾ ഇതിൽ അങ്ങനെയാണ് ഈ 2026 എത്തുമ്പോൾ 2 വർഷത്തിന് ശേഷം അവർ തിരിച്ചു പോകുന്നത്. അപ്പോൾ തിരിച്ചു പോകുന്ന സ്ഥിതിക്ക് അറിയാം കുറേ നാളുകളായിട്ട് ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇവർ തിരിച്ചു പോകുന്നുണ്ടോ? തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ? പോകാൻ തന്നെ തീരുമാനിച്ചു, ഉറപ്പിച്ചോ? ഇങ്ങനെ ചോദ്യങ്ങൾക്കൊക്കെ അവസാനമാണ് ഇവർ ഉത്തരം പറഞ്ഞത്. എപ്പോഴാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഉടനടി പോകുമെന്നാണ് ഷെയ്ഖ് ഹസീന പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇവർ ബംഗ്ലാദേശിൽ ഇടക്കാല ഭരണകൂടമൊക്കെ നിലവിൽ വന്നിരുന്നു. ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം. അപ്പോൾ പിന്നീട് അവർക്കെതിരെ നിരവധി കേസുകളും അന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഈ ട്രൈബ്യൂണൽ മരണശിക്ഷ വിധിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് ഈ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത്. അത് ഇടക്കാല സർക്കാരിന്റെ സമയത്താണ് മരണശിക്ഷയൊക്കെ വിധിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയൊരു സർക്കാർ ഇലക്ടഡ് ഗവൺമെൻറ് ഉണ്ട്. പക്ഷേ ആ വിധി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അതിന് പ്രസക്തി ഉണ്ടെങ്കിൽ, അവിടെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും ഈ വധശിക്ഷ നടപ്പിലാക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും ആ ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഷെയ്ഖ് ഹസീന അവരുടെ പാർട്ടിയായ ഈ അവാമി ലീഗിന്റെ മുതിർന്ന നേതാക്കളും എല്ലാം ഒരുമിച്ച് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചാണ് ബംഗ്ലാദേശിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന ഒരു സമയത്ത് ഇതിൽ ഇന്ത്യക്ക് എന്താണ് ഉപകാരമുള്ളത്, അല്ലെങ്കിൽ ഇത് ഇന്ത്യയെ ബാധിക്കുന്ന ഒരു വിഷയമാണോ? ഒരു ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്ന മുൻ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം ഇന്ത്യയിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് തിരിച്ച് തൻ്റെ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പോകുന്നു. അവർക്കിനി അവിടെ എന്ത് നേരിട്ടാലും ഇന്ത്യയെ അതെങ്ങനെയാണോ ബാധിക്കുന്നത്, ഇവർ ഇവിടെ നിന്നാൽ എന്താണ് ഗുണം, പോയാൽ എന്താണ് ഗുണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു നയതന്ത്ര പ്രശ്നങ്ങൾ അതിൽ കുറച്ച് അയവുണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യക്ക് ഉപകാരമായിട്ടുള്ളത്. ഇവർ ഉടനടി പോകുമ്പോൾ പ്രത്യേകിച്ച് നേട്ടമോ അല്ലെങ്കിൽ കോട്ടമോ ഒന്നും ഇന്ത്യക്ക് സംഭവിക്കാനില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷേ ഈ നയതന്ത്ര സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരാനുള്ള ഒരു സാധ്യത ആണ് മുന്നിൽ കാണുന്നത്. ഇത്തരം ലാഭങ്ങളൊക്കെ മാത്രമേ ഇന്ത്യക്കുള്ളൂ. അല്ലാതെ ഇത് ഷെയ്ഖ് ഹസീനയുടെ വ്യക്തിപരമായിട്ടുള്ള ഇന്ത്യക്കൊന്നും കിട്ടാനില്ല. അതെ, ഇത് ഇവിടെ അത് ആഗ്രഹിക്കുകയില്ല. ഇന്ത്യ ഒരിക്കലും അത് ആഗ്രഹിക്കില്ല. കാരണം ദലൈലാമയെ ചൈനയുടെ വലിയ വിമർശനവും വലിയ വിദ്വേഷവും ഒക്കെ ഉണ്ടായിട്ടും നമ്മളിവിടെ സംരക്ഷിക്കുകയാണ് വർഷങ്ങളായിട്ട്. തീർച്ചയായും ഇവരുടെ ഈ ഒരു അവാമി ലീഗ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അവർ ബംഗ്ലാദേശിലും ഓൺലൈനായിട്ടൊക്കെ നടത്തുന്നുണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിന് പ്രത്യേകിച്ച് രേഖകളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാലും ഇവർ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് അവിടെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ എന്നിരുന്നാലും ഇവര് തിരിച്ചു പോകുന്ന സമയത്ത് അത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി അഭയം തേടി ഇന്ത്യയിലേക്ക് വരുന്നു. 2 വർഷത്തോളം ഇന്ത്യയിൽ താമസിക്കുന്നു. അതിനുശേഷം ബംഗ്ലാദേശിന്റെ അല്ലെങ്കിൽ ഈ ഭരണമൊക്കെ മാറി വരുന്നതിന്റെ സമയത്ത് ഒരു അതിർത്തി കൃത്യമായി, അല്ലെങ്കിൽ ഇങ്ങ് വരാൻ പറ്റില്ല, കൂടുതലായിട്ടും ഇവിടെ കുടിയൊഴിപ്പിക്കലൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടും ആയിരിക്കാം ചിലപ്പോൾ സ്വന്തം രാജ്യത്തേക്ക് താൻ തിരിച്ചു പോകുന്നുണ്ട് എന്ന നിലപാട് ഷെയ്ഖ് ഹസീന തീരുമാനിച്ചു. അങ്ങനെ ഒരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലൊരു ഈ ബംഗ്ലാദേശികൾക്ക് എതിരെ എടുക്കുന്ന ചില നിലപാടുകളുണ്ടല്ലോ, എല്ലാവരും സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ടിയിരിക്കുന്നു. ഇവിടെ അഭയാർത്ഥികളെ അധികമായി നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല. അപ്പൊ ആ ഒരു കാരണങ്ങൾ കൂടെ ചിലപ്പോൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടായിരിക്കാം സ്വന്തം രാജ്യത്തേക്ക് തിരികെ പോകാൻ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരാൾ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് താൻ ചിലപ്പോൾ മരണപ്പെട്ടേക്കാം, ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഭരണം നയിച്ചുകൊണ്ടിരുന്ന ഒരാള് സ്വന്തം രാജ്യത്തേക്ക് പോയി മരണം ഏറ്റുവാങ്ങുക എന്നൊക്കെ പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അതും തന്റെ പ്രവർത്തകരെയും എല്ലാം ഒരുമിച്ചാണ് ഇവർ പോകുന്നതും. പോയിട്ട് ചിലപ്പോൾ പോയി അവിടെ എത്തിപ്പെട്ടാൽ തന്നെ കൊല്ലപ്പെട്ട് കഴിയുമ്പോഴേക്കും നമുക്കൊരു ഭാരതത്തിനെ സംബന്ധിച്ച് നമുക്ക് അത്തരം ചില വേദനകളൊക്കെ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് ഇവര് ഒരു ഭീകരവാദി ഒന്നും ഉള്ള ഒരാളല്ല.
അപ്പോൾ അത്തരം ഒരാൾ അവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ പോയി കൊല്ലപ്പെടുമ്പോൾ കൃത്യമായി ചില വേദനകളൊക്കെ നമുക്കും ഉണ്ടായേക്കാം. പക്ഷെ എന്നിരുന്നാലും ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭാരതീയർ തന്നെയാണ് പ്രധാനം എന്ന് പറയുന്നത്. എല്ലാ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെയായിരിക്കും. നമ്മുടെ പൗരന്മാർ അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള വളർച്ച ഇതൊക്കെ തന്നെയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇതൊക്കെ തന്നെയാണ് ആശിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഇവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ളത് അതിർത്തി രാജ്യവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾക്ക് ചില മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു കാര്യം കൂടെ മുന്നിൽ കാണുന്നുണ്ട്. അതിൽ പ്രധാനമായും ഇന്ത്യയുടെ നയതന്ത്ര സമ്മർദ്ദം കുറയാനുള്ള സാഹചര്യം പറയുന്നുണ്ട്. ഷെയ്ഖ് ഹസീന 2024 മുതലാണ് ഇന്ത്യയിൽ താമസിക്കുന്നവരെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് ധാക്ക സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. അവർ സ്വമേധയാ ബംഗ്ലാദേശിലേക്ക് മടങ്ങി കീഴടങ്ങുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഇന്ത്യ നേരിടുന്ന നയതന്ത്ര സമ്മർദ്ദം കുറയാൻ സാധ്യതയുണ്ട്. സാധാരണ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവരെ അങ്ങോട്ട് പറഞ്ഞു വിടണം എന്ന രീതിയിലാണ്. ഇപ്പൊ സ്വമേധയാ പോകുമ്പോൾ ആ ഒരു നയതന്ത്ര സമ്മർദ്ദമൊക്കെ ഇല്ലാതാവുകയായിരിക്കും ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം ഈ ഷെയ്ഖ് ഹസീന ഇന്ത്യ വിടുമ്പോൾ ഉള്ളത്. രണ്ടാമത്തത് ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം മെച്ചപ്പെടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. ഹസീനയുടെ മടങ്ങിവരവ് ഈ വിഷയത്തെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സഹായിച്ചേക്കുമെന്നാണ് ചില വിദഗ്ധരുടെ വിലയിരുത്തൽ പറയുന്നത്. മൂന്നാമതായി അതിർത്തി സുരക്ഷയിലുള്ള സ്വാധീനം. ബംഗ്ലാദേശ് രാഷ്ട്രീയ സംഘർഷം വർദ്ധിച്ചതിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കേണ്ട സാഹചര്യവും ഉണ്ടായേക്കാം. പിന്നീട് പ്രത്യേകിച്ച് ഈ പശ്ചിമ ബംഗാൾ, ആസാം, ത്രിപുര, മേഘാലയ, മിസോറാം എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടി വരും. പ്രാദേശിക രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യങ്ങൾ, ഇതാണ് നാലാമതായിട്ടുള്ള കാര്യം. ബംഗ്ലാദേശ് ഇന്ത്യയുടെ പ്രധാന അയൽ രാജ്യമാണ്. വ്യാപാര, കണക്ടിവിറ്റി, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുള്ള ഗതാഗത പാതകൾ, സുരക്ഷാ സഹകരണം എന്നിവ ഇന്ത്യക്ക് നിർണായകമാണ്. അതിനാൽ ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സ്ഥിരത ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അല്ലാതെ ഇവരെ ഏറ്റവും വലിയ പങ്ക് ഇന്ത്യ ബംഗ്ലാദേശിന് ഇപ്പം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ത്യക്ക് വലിയ പ്രശ്നം ഉണ്ടാവുന്നൊന്നും അല്ല. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ഈ അതിർത്തി പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഗതാഗത പാതകളുമായി ബന്ധപ്പെട്ട് ഈ എക്സ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് കയറ്റുമതികളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് നമുക്ക് ഈ അയൽ രാജ്യവുമായിട്ടുള്ള സൗഹൃദ ബന്ധം നമ്മൾ എപ്പോഴും സംരക്ഷിച്ചു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുറെ കാലങ്ങളായിട്ട് ബംഗ്ലാദേശിന്റെ സമ്മർദ്ദമായിരുന്നു ഇവരെ വിട്ടു നൽകണം, ഇവരെ പറഞ്ഞു വിടണം, പറഞ്ഞയക്കണം. പക്ഷെ ഇന്ത്യ അതിലൊരു തീരുമാനം അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ പോകണം, ഷെയ്ഖ് ഹസീന ഉടൻ തന്നെ രാജ്യം വിടണം, അത്തരത്തിലൊരു സമ്മർദ്ദം ഒന്നും ഇന്ത്യ ചുരത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ സ്വയം പറഞ്ഞിരിക്കുകയാണ്, മരണമാണെങ്കിലും കാരാഗ്രഹമാണെങ്കിലും താൻ അത് തിരഞ്ഞെടുക്കുകയാണ് തൻ്റെ രാജ്യത്തേക്ക് തന്നെ. എന്നിരുന്നാലും ഇത്രയും വർഷങ്ങൾ, നല്ല പ്രായമുള്ള ആളല്ലേ ഈ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്നത്. അപ്പോൾ വർഷങ്ങളായി അവിടെയാണ് അവരുടെ രാഷ്ട്രീയ കാൽവയ്പ് നടത്തിയിട്ടുള്ളത്. ആ ഒരു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്, വളർന്നത്, ജനിച്ച് വളർന്നത്, പഠിച്ചത്, അവരുടെ കുടുംബം ഇതെല്ലാം ബംഗ്ലാദേശിലാണ്. അപ്പോൾ ഒരാളെ സംബന്ധിച്ച് നമ്മൾ ജനിച്ച മണ്ണിൽ തന്നെ മരണം പോകണം എന്ന് പറയുന്നത് അവരുടെ ഒരു ആഗ്രഹമായിരിക്കാം. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്തരം ഒരു നിർവികാരമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, അവർ മരണപ്പെട്ടാലും അവർ പറയുന്ന രീതിയിൽ അവർ ഓൺലൈനായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ തൻ്റെ ആ ഒരു കമ്മ്യൂണിറ്റിയെ വീണ്ടും ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടെ, അല്ലെങ്കിൽ ഇനി ഈ അവാമിയുടെ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ വധശിക്ഷയൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി പ്രവർത്തകരുടെ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇവരവിടെ പോയി കഴിഞ്ഞാലും വലിയ കാര്യമൊന്നും ഉണ്ടാവത്തില്ല. സർവൈവ് ചെയ്ത് അതിജീവിച്ച് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഷെയ്ഖ് ഹസീന ധീരമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. മരണമാണെങ്കിലും ജയിലാണെങ്കിലും ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യ വിട്ട് ഉടനടി അവർ ഇവിടുന്ന് പോകും. ഇനി എന്തായിരിക്കാം ഇന്ത്യ ബംഗ്ലാദേശിന്റെ മറ്റ് തീരുമാനങ്ങൾ, ഇവരെ പോയി കഴിഞ്ഞതിന് ശേഷം ഇനി ബാക്കി വസ്തുതകൾ എന്താണെന്നുള്ളത് ഈ പുറകെ ആയിരിക്കും വരിക പുറത്തേക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷെ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള
നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.